പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നമ്മുടെയൊക്കെ ഒരു ലൈഫ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഒരു വലിപ്പവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ദുരന്തം ആണ് ഇപ്പോൾ വയനാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയുന്നത്ര സഹായങ്ങളും ദുരിതാശ്വാസങ്ങളും ഒക്കെ അവിടെ എത്തിക്കാനായിട്ടുള്ള ശ്രമം എല്ലാവരുടെയും, ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അതിനെതിരെ ഉള്ള ഒരു പ്രതികരണങ്ങളൊക്കെ വ്യാപകമായിട്ട് ഫേസ്ബുക്കിലും മറ്റും കാണുന്നുണ്ട്. അത് ശരിയല്ല. കഴിയുന്നത്ര സഹായം സർക്കാർ തലത്തിൽ ഏർപ്പെടുത്താനായിട്ട് സർക്കാരിനെ സഹായിക്കണം. മറ്റു വാദങ്ങളൊക്കെ ഒന്നും വലിയ പ്രസക്തിയില്ല. അതറിയണമെങ്കിൽ നിങ്ങൾ ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ്, അതിന്റെ ഓഡിറ്റിംഗ് എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ മതിയാകും. ഇത് ഓരോരോ ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് അധിക്ഷേപിക്കുന്നതും അപഹസിക്കുന്നതും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയും സഹായിക്കാവുന്നതാണ്. പക്ഷെ സ്റ്റിൽ ദിസ് ഈസ് ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള മെഷീനറി ഉള്ളത് സർക്കാരിനാണ്, പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ. സോ അതിനാരും അങ്ങനെ ഒരു ചിന്ത പാടില്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥന.